അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നാടൻ സ്റ്റൈലിൽ ഒരു മീൻ കറിയാണ്, സൂത വെച്ചിട്ടുള്ള കറിയാണ്. നാടൻ സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് പാർന്ന് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു സ്പൂണ് കടുക് അല്ലെങ്കിൽ 2 സ്പൂണ് കടുക് ഞങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂണ് ഉലുവ കൂടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ ഒരു മീഡിയം കളറാകുമ്പോൾ നമുക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം കളറാകുമ്പോൾ ഒരു പച്ച മഞ്ഞ കളറിലേക്ക് എത്തിക്കാതെ ഒരു മീഡിയം കളറാകുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കരിവേപ്പിൻ്റെ ഇല നമുക്ക് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ അവിടുന്ന് കട്ടായി പോയത് കൊണ്ടാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചണ്ടർ കയറിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ തക്കാളി 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1.5 സ്പൂൺ മുളകും പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂണ് വലിയ ജീരകം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ ജീരകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അല്പം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല, മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഇത് നല്ലതുപോലെ വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം പറഞ്ഞിട്ട് നമ്മളെ സൂതമീൻ അത്ര ഒരു മീഡിയം വെള്ളം പറഞ്ഞതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സൂതമീൻ അത് അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സൂതെല്ലാം നമുക്കൊന്ന് പരത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 1/2 മണിക്കൂർ അടുപ്പിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് അടുപ്പിൽ വെച്ചാൽ മതി. ഓവറായിക്കൊണ്ട് വെക്കണ്ട, മീൻ നല്ലോണം ഉടയാൻ സാധ്യത ഉണ്ടാകും. അപ്പോൾ നമ്മൾ സൂതമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂതമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഊണിനൊക്കെ പറ്റിയ നല്ല അടിപൊളി കറി. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു, ഇല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും വരണം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.